ഉദരശാസ്ത്രത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ പറഞ്ഞത് കുടൽ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അവയവമായി തീർന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും സെക്കൻഡ് ബ്രെയിൻ, നമ്മുടെ തലച്ചോറിനെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു രണ്ടാം തലച്ചോറ് എന്ന രീതിയിൽ കുടൽ എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞത്. ഇതിന് കാരണമായിരിക്കുന്നത്, ഇതിന് സഹായിക്കുന്നത് നമ്മുടെ കുടലുകളിൽ താമസിക്കുന്ന സൂക്ഷ്മജീവികളാണ്. ഈ സൂക്ഷ്മജീവികൾ നിരവധിയായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ കുടലിലുണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ ശാരീരികമായിട്ടുള്ള സുസ്ഥിതിയെയും മാനസികമായിട്ടുള്ള സുസ്ഥിതിയെയും നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഉദാഹരണമായിട്ട് സെറട്ടോണിൻ എന്നുള്ള ഒരു രാസപദാർത്ഥം അത് നമ്മളുടെ മൂഡിനെ, നമ്മുടെ വൈകാരിക അവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒന്നാണ്. നേരത്തെ നാം കരുതിയിരുന്നത് തലച്ചോറാണ് അതുണ്ടാക്കുന്നത് എന്നാണ്. പക്ഷേ ഇപ്പോൾ കുടലാണ്, അതിൻ്റെ 90% സെറട്ടോണിൻ കുടലാണ് ഉണ്ടാക്കുന്നത് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നിർണ്ണയിക്കുന്നത് നമ്മുടെ കുടലിൽ ഏത് തരത്തിലുള്ള ബാക്ടീരിയയാണ് വളരുന്നത്, ഏത് തരത്തിലുള്ള സൂക്ഷ്മജീവികളാണ് കുടലിൽ വളരുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതൊക്കെ നടന്നു പോകുന്നത്. ഇതിനെ നിയന്ത്രിക്കുന്ന രണ്ട് ഘടകങ്ങൾ: ഒന്ന് നമ്മുടെ ഭക്ഷണം, രണ്ട് നമ്മൾ താമസിക്കുന്ന ജീവിത പരിസരം. ഈ എപ്പിസോഡിൽ നമ്മുടെ ജീവിത പരിസരം എങ്ങനെയാണ് കുടലുകളുടെ ആരോഗ്യത്തെ നിശ്ചയിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഡോക്ടർ വിദ്യാധര പ്രസാദ് ഗുപ്തയുമായി നമുക്ക് സംസാരിക്കാം. ഡോക്ടർ പ്രസാദ്, എങ്ങനെയാണ് എൻവയോൺമെൻറ്റ് നമ്മളുടെ ഇൻഡസ്ട്രിയൽ ഫ്ലോറയെ നിർണ്ണയിക്കുന്നത്? സന്തോഷ്, ഈ നമ്മുടെ ജീവിക്കുന്ന പരിസരം വളരെ പ്രധാനമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലെ തന്നെ നമ്മൾ ഒരു അമ്മ പ്രഗ്നൻ്റായി ആകുന്ന നിമിഷം മുതൽ അത് തുടങ്ങുകയാണ്. അമ്മ കഴിക്കുന്ന ഭക്ഷണം, അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കുഞ്ഞിൻ്റെ വളർച്ചയിലും ആധുനിക ശാസ്ത്രം പറയുന്നത് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഫ്ലോറ നിർണ്ണയിക്കുന്നതിലും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ അതിൻ്റെ പ്രാഥമിക ദിശയിലാണ് ആ പഠനങ്ങൾ. പക്ഷേ നമുക്ക് അറിയാവുന്ന കുറേ, പിന്നെ സംശയത്തിന് അതീതമായി നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെങ്ങനെ പ്രസവിക്കുന്നു എന്നുള്ളത്. എങ്ങനെ പ്രസവിക്കുന്നു, നമ്മൾ നമ്മുടെ വജൈനയിൽ കൂടെ നോർമലായിട്ട് ഡെലിവറി ചെയ്യുകയാണോ, അതോ നമ്മൾ സിസേറിയൻ സെക്ഷൻ എന്ന് പറയപ്പെടുന്ന ഓപ്പറേഷൻ വഴി ആണോ കുഞ്ഞിനെ പുറത്തെടുക്കുന്നത്? ഇതിനൊരു റോളുണ്ട്. നമ്മൾ നോർമൽ ഡെലിവറി വഴി പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളിൽ അമ്മയുടെ ശരീരത്തിൽ, അമ്മയുടെ വജൈനൽ ഒരു ശക്തമായ ലാക്ടോബാസിലസ് ഫ്ലോറയുണ്ട്. അത് പ്രസവ സമയത്ത് കുഞ്ഞിൻ്റെ ശരീരത്തിലോട്ടും കുഞ്ഞിൻ്റെ കുടലിലോട്ടും പകർന്നു കിട്ടും. ലാക്ടോബാസിലസ് ഒരു സൂക്ഷ്മജീവികളാണ്. അത് കുട്ടിയിലേക്ക് പ്രവേശിക്കും. അതാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ, നമുക്ക് അറിയാവുന്ന രീതി നോക്കിക്കഴിഞ്ഞത് ആദ്യത്തെ സൂക്ഷ്മജീവികൾ. അത് സാധാരണ പ്രസവത്തിലാണ്. സിസേറിയനിൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ള, സിസേറിയൻ നടക്കുന്ന കുട്ടിക്ക് അത് ആ ഒരു അവസരം ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ അവസരം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ഈ സിസേറിയൻ സെക്ഷൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ ഒരു കാരണമായി ഇന്ന് ശാസ്ത്രലോകം വിലയിരുത്തുകയാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഈ സിസേറിയൻ സെക്ഷൻ വഴി പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രസവത്തിന് ശേഷം ഒരു മണിക്കൂറിനുള്ളിൽ അമ്മയുടെ വജൈനയുടെ ഭാഗങ്ങളുമായി ക്ലോസായിട്ട് കിടത്തി നോക്കി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ സാധാരണ പറയുന്ന ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ അല്ലെങ്കിൽ ഡയബറ്റിസ്, ഇങ്ങനെയുള്ള അസുഖങ്ങൾ കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ലാക്ടോബാസിലസ് കുട്ടിയുടെ ശരീരത്തിൽ കയറാനുള്ള അവസരം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത്തരം കുട്ടികളിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്ന സാധ്യത കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് രോഗപ്രതിരോധം കൂടുതലായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ജനനം മുതൽ ഈ പ്രക്രിയ തുടങ്ങുകയാണ്. അത് ജനിച്ചു കഴിഞ്ഞിട്ട് അമ്മയുടെ മുലപ്പാലാണ് ആ ഒരു ഈ നമ്മൾ പറയുന്ന കൊളസ്ട്രം, അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും കഴിക്കുന്ന മുലപ്പാൽ, ഇതിനകത്തെല്ലാം അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്
അല്ലെങ്കിൽ അമ്മ ചെയ്യുന്ന ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് ഉള്ള സൂക്ഷ്മജീവികളുണ്ടാകും. അതെല്ലാം കുഞ്ഞിൻ്റെ കുടലിനെ സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് കുഞ്ഞൊരു ടോൾഡർ 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് അല്ലെങ്കിൽ അവൻ സ്കൂളിൽ പോകുന്ന വരെയുള്ള പ്രായത്തിൽ അവൻ എങ്ങനെ അവൻ്റെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളെയൊക്കെ കുട്ടിക്കാലം നമുക്ക് ഓർക്കാം. ഒരു 50 വർഷം മുമ്പ് നമ്മളെല്ലാം ഗ്രാമങ്ങളിൽ ജനിച്ചു. നമ്മളെ വീട്ടിലെല്ലാം പശു ഉണ്ടായിരുന്നു, പൂച്ച ഉണ്ടായിരുന്നു, പട്ടി ഉണ്ടായിരുന്നു, വീടിന് ചുറ്റും ചെളി ഉണ്ടായിരുന്നു. നമ്മൾ ആ ചെളിയിലും മഴയത്തും ചാടി ഓടിക്കളിച്ച് മണ്ണിലൊക്കെ കിടന്ന് വളർന്നു. അവിടെ എല്ലാം ആവശ്യത്തിൽ കൂടുതൽ ബാക്ടീരിയ ഉണ്ടായിരുന്നു. ഈ ചെളി നമ്മൾ തിന്നിട്ടുണ്ട്, നമ്മൾ ഈ കലക്ക വെള്ളം കുടിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം അതുകൊണ്ടൊന്നും നമുക്കൊരു അസുഖം ഉണ്ടായില്ല. അസുഖം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, നമ്മുടെ പ്രതിരോധ ശക്തിയെയും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന നമുക്ക് ഗുണകരമാകുന്ന ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാനുള്ളൊരു വഴിയായിരുന്നു അതെല്ലാം. അത് വളരെ വളരെ സൂക്ഷ്മമായി പഠിച്ച പഠനങ്ങളുണ്ട്. ഏത് വീട്ടിലാണോ പെറ്റ്സ് ഉള്ളത്, പട്ടി പൂച്ച ഈ ഉള്ളത്, അതിനെ താലോലിക്കുന്ന കുഞ്ഞുങ്ങളിൽ അലർജി സംബന്ധമായ അസുഖങ്ങൾ വളരെ വളരെ കുറവായിരിക്കും. അത് നമുക്ക് ഒരു ലോജിക്കലി തിങ്ക് ചെയ്താൽ പോലും നമുക്ക് മനസ്സിലാവും. ഒരു 30-40 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇന്ന് കാണുന്ന പല അലർജിക് അസുഖങ്ങളും നമ്മുടെ നാട്ടിലില്ലായിരുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കെല്ലാം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അലർജിയാണ്. അതിന് കാരണം നമ്മൾ ഇതൊന്നും നമ്മുടെ പ്രതിരോധ ശക്തി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അത് വികസിച്ച് വരുന്ന ആ ഒരു സ്റ്റേജിൽ ഈ പറയുന്ന അലർജൻസ് എന്ന് പറയുന്ന സാധനങ്ങൾക്കൊന്നും എക്സ്പോസ്ഡ് ആയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഇമ്മ്യൂൺ പ്രതിരോധ ശക്തി വികസിച്ചതിന് ശേഷം ഇതുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പം അത് നമ്മുടെ ശരീരം റെക്കഗ്നൈസ് ചെയ്യുന്നത് ഫോറിനായിട്ടാണ്, വിദേശ വസ്തുവായിട്ടാണ്. അപ്പോൾ നമുക്ക് അലർജി റിയാക്ഷൻസും അങ്ങനെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളും ആസ്മ പോലുള്ള അസുഖങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് വളരെ ഡെഫിനറ്റീവായിട്ടുള്ള പഠനങ്ങളാണ്. അമേരിക്കയിലെ ഒരു പ്രശസ്തനായ കുഞ്ഞുങ്ങളുടെ രോഗവിദഗ്ധൻ, പീഡിയാട്രിഷ്യൻ ഡോക്ടർ ഫിൽ എഴുതിയൊരു ബുക്കുണ്ട്, ലെറ്റ് ദം ഈറ്റ് ഡേർട്ട്. അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഈ അലർജി സംബന്ധമായ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ തടയാൻ ഒരു മാർഗം ഈ കുഞ്ഞുങ്ങളെ പുറത്ത് കളിക്കാനും ഒക്കെ വിടുക എന്നുള്ളതാണ്. ആ ബുക്കിൽ തന്നെ അദ്ദേഹം കൊടുത്തിട്ടുള്ള പേര് തന്നെ അങ്ങനെയാണ്, ലെറ്റ് ദം ഈറ്റ് ഡേർട്ട്. കുറച്ച് ചെടിയൊക്കെ കഴിച്ചോട്ടെ. അപ്പോൾ അവിടെ മുതൽ തുടങ്ങുന്നത്. പിന്നെ നമ്മൾ വളരുന്ന പരിസ്ഥിതികൾ, നമ്മൾ ഇന്നെല്ലാം ജീവിക്കുന്നത് ഫ്ലാറ്റിലാണ്, അല്ലെങ്കിൽ വീടുകളിൽ നമ്മൾ എ സിയിലാണ് നമ്മുടെ ഉറക്കം. ഇവിടെയൊക്കെ നമ്മുടെ ആ എവല്യൂഷണറി ഉണ്ടായിരുന്ന ആ ബാക്ടീരിയ എല്ലാം പോയിട്ട് പുതിയ ബാക്ടീരിയകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബാക്ടീരിയകളുമായിട്ടാണ് നമ്മുടെ കോണ്ടാക്റ്റ്. അപ്പോൾ അതൊന്നും നമ്മുടെ ശരീരം പരിചയിച്ചിട്ടുള്ള ബാക്ടീരിയകളല്ല. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ വേറെയുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിത പരിസരങ്ങൾ നമ്മൾ പ്രകൃതിയുമായി യോജിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ കുടലിലെയും നമ്മുടെ ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലെയും ബാക്ടീരിയകൾ നമുക്ക് ഗുണപ്രദമായ ബാക്ടീരിയകളാവുകയുള്ളൂ. അല്ലെങ്കിൽ അവയെല്ലാം തന്നെ ദോഷകരമായ ബാക്ടീരിയകളായിരിക്കും അവിടെ വളരുന്നത്. അത് നമ്മുടെ ശരീരത്തിനും ദോഷം ചെയ്യുന്നതായിരിക്കും. അവ ഉണ്ടാക്കുന്ന രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഗുപ്ത പറയുന്നതിൻ്റെ ഒരു സമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമിയിൽ എവിടെയും സൂക്ഷ്മജീവികളുണ്ട്. നമ്മൾ ജീവിക്കുന്ന എല്ലാ സ്ഥലത്തും സൂക്ഷ്മജീവികളുണ്ട്. അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഒരു മനുഷ്യൻ, ഒരു കുട്ടിയിൽ വളരുന്ന സമയത്ത് ഈ സൂക്ഷ്മജീവികൾ പ്രപഞ്ചത്തിലാണല്ലോ, പ്രകൃതിയിലാണല്ലോ ഉള്ളത്. പ്രകൃതിയുമായി ബന്ധപ്പെടാത്ത വളരുന്ന ഒരു കുട്ടിക്ക്, വളരെ ആ രീതിയിൽ വളർത്തപ്പെടുന്നൊരു കുട്ടിക്ക് ഈ സൂക്ഷ്മജീവികളുമായിട്ട് അവൻ്റെ ശരീരത്തിന് പരിചയപ്പെടാനുള്ള അവസരമുണ്ടാകുന്നില്ല. കാലക്രമേണ ഇതെല്ലാം അവൻ്റെ ഒരു ഫോറിൻ ബോഡിയായിട്ട്, അതായത് അവനെ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായിട്ട് ആയിത്തീരും.
പക്ഷേ നമ്മൾ പ്രകൃതിയുമായിട്ട് എക്സ്പോസ്ഡായി വളരുന്ന ഒരു വ്യക്തിക്ക് ആ പ്രശ്നം ഉണ്ടാകില്ല. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികളിൽ കാണുന്ന പലതരം അലർജികളുടെ കാരണം ഈ ഡിറ്റാച്ച്മെൻ്റാണ്. അതായത് നമ്മൾ വളരുന്ന എൻവയോൺമെൻറ്റിൽ നിന്നുള്ള ഈ ഡിറ്റാച്ച്മെൻറ്റാണ് ഒരു കാരണം. അതിന് കാരണം നമ്മൾ ഈ സൂക്ഷ്മജീവികളുമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതല്ലേ അതിൻ്റെ അർത്ഥം? കുട്ടിക്കാലത്ത് പരിചയപ്പെടുന്നില്ല. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. വളരെ ഇമ്പോർട്ടൻറ്റ്. ആ സമയത്താണ് നമ്മുടെ പ്രതിരോധ ശക്തി വികസിച്ച് വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ സെൽഫും നോൺ സെൽഫും നമ്മുടെ ബോഡി റെക്കഗ്നൈസ് ചെയ്യുന്നത് സ്റ്റേജ്. നമ്മൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ മാതാപിതാക്കൾ കുട്ടികൾ മണ്ണിൽ പോകുന്നതും കുട്ടികളൊക്കെ മഴ നനയുന്നതും ഒക്കെ ഭയങ്കര കുഴപ്പമായിട്ടാണ് കാണുന്നത്. അതൊക്കെ അവർ വളരെ ഇക്കാര്യത്തിൽ വളരെയധികം ഒബ്സസീവാണ്. അതായത് കുട്ടികളെ ഭയങ്കര ഒരു ടോട്ടൽ ക്ലീൻനെസ്സിനകത്ത് വളർത്തുക, അവർക്കൊരു ചെറിയ ജലദോഷം പോലും വരാതിരിക്കുക എന്നൊക്കെയുള്ള കാര്യത്തിൽ. പക്ഷെ പലപ്പോഴും അത് അവരുടെ ഭാവിക്ക് നല്ലതല്ല എന്നാണ് ഈ നമ്മൾ പറഞ്ഞ ഒന്നതിൻ്റെ അടിസ്ഥാനം. അതാണ് അല്ലേ?